കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, എൻ്റെ സ്വസ്ഥതയിലുള്ള വിശ്രമം ഓരോ ദിവസത്തേക്കുമുള്ള സൈക്കിക് പവർ നിങ്ങൾക്ക് പകർന്നു തരും. പന്തയക്കുതിരയെപ്പോലെ ഓരോ ദിവസവും എടുത്തു ചാടി ഓടരുത്. എന്നോട് ചേർന്നിരുന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷം വേണം ജീവിതത്തിൻ്റെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് ചുവടുവയ്ക്കാൻ. എൻ്റെ കരങ്ങളിൽ പിടിച്ച് ഞാൻ നടത്തുന്ന വഴികളിലൂടെ നടക്കുവാൻ നിനക്ക് ക്ഷമയുണ്ടാകണം. നിന്റെ ഭാവി ഇരുണ്ടതും ദുരൂഹവും അവ്യക്തവും ഭീതിപ്രദവുമായൊക്കെ നിനക്ക് തോന്നിയേക്കാം. അതങ്ങനെയാണ്. അടുത്ത നിമിഷത്തെപ്പറ്റിപ്പോലും അറിയുവാൻ കഴിയാത്ത വിധം കനത്ത സാക്ഷിയാണ് ഞാനിട്ടിരിക്കുന്നത്. രഹസ്യകാര്യങ്ങൾ ദൈവത്തിൻ്റെ മാത്രം അറിവിൽ നിൽക്കുന്നവയാണ്. ഭാവി എന്ന വിസ്മയ രഹസ്യത്തിൻ്റെ ഉടമസ്ഥനും സൂക്ഷിപ്പുകാരനും ഞാനാണ്. ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടുന്നത് എൻ്റെ രഹസ്യ സംവിധാനങ്ങളിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നതും എൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസമില്ലായ്മയുമാണ്. അതൊന്നും വേണ്ട മക്കളെ. നിങ്ങളെക്കുറിച്ച് ശുഭഭാവികളും ശുഭപ്രതീക്ഷകളുമാണ് എനിക്കുള്ളത്. പിന്നെന്തിനാ പേടിക്കുന്നേ? നാളെക്കുറിച്ചുള്ള വ്യാകുലതകളിൽ മനസ്സ് ഉലയുമ്പോൾ എന്നിലേക്ക് ശ്രദ്ധ തിരിക്കണം. നിന്റെ ഓരോ ചുവടുവയ്പും എങ്ങനെ എപ്പോൾ വേണമെന്ന് ഞാൻ പറഞ്ഞു തരും. ഓട്ടപ്പാച്ചിൽ വേണ്ട മക്കളെ. മെല്ലെ ഞാൻ കാണിച്ചു തരുന്ന വഴിക്കായി ക്ഷമയോടെ കാത്തിരുന്ന് സാവധാനം നടന്നാൽ മതി. ഇതുവരെ ജീവിതത്തിൽ ആരും നടക്കാത്ത വഴികളിലൂടെ എൻ്റെ മക്കൾക്ക് വഴിയൊരുക്കുന്നത് ഞാനാണ്. ഒരു ദിവസത്തേക്കുള്ള വഴി മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നത്. അതിനപ്പുറം എന്താണെന്ന് ആകാംക്ഷപ്പെടണ്ട. റിലാക്സ് ചെയ്ത് എന്നോടൊപ്പമുള്ള ജീവിത യാത്ര ആസ്വദിക്കൂ മക്കളെ. ആവർത്തന പുസ്തകം 29-ാം അധ്യായം. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ ഉപദേശങ്ങൾ നാം പാലിക്കേണ്ടതാണ്. ലൂക്കോസ് 12-ാം അധ്യായം. ആകുലരാകുന്നതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്കാണ് സാധിക്കുക? ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? 32-ാം സങ്കീർത്തനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. കുതിരയെയും കോവർക്കഴുതയെയും പോലെ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാകരുത്.
കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിങ്ങളുടെ വരുതിയിൽ നിൽക്കുകയില്ല. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മുടെ മനസ്സിലെ ആകാംക്ഷയും വ്യാകുലതയുമൊക്കെ ശാന്തമാക്കട്ടെ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.